എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മലയാളികൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പൊതിച്ചോറ്. പലരും പല രീതികളിൽ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്നുണ്ടാക്കുന്നത് ആർഭാടങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ എൻ്റെ രീതിയിൽ തയ്യാറാക്കിയ പൊതിച്ചോറാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരു സവാള ചോപ്പ് ചെയ്തതും 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാള ഗോൾഡൻ കളർ ആയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇത് 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് വീണ്ടും മീഡിയം ഫ്ലെയിമിൽ അത് പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായി നല്ലൊരു നാടൻ ചമ്മന്തി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ചുവന്ന മുളക് ചുട്ടതും 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 3/4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചമ്മന്തിയും റെഡി. ഇനി ഓംലേറ്റ് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് 1 ടേബിൾ സ്പൂൺ സവാള കട്ട് ചെയ്തതും പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. കറക്റ്റ് ഷേപ്പൊന്നും ആയിട്ടില്ല. അടുത്തത് നമുക്ക് ഉണക്കമന്തൽ പൊരിച്ചെടുക്കാം. ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാനിൽ എണ്ണ ചൂടാക്കി മാന്തലിട്ട് കൊടുക്കുക. ഒരു സൈഡ് ഏകദേശം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി വാഴയില തീയിലൊന്ന് വാട്ടിയെടുക്കണം. പൊതി കെട്ടാം. അതിനുവേണ്ടി വാഴയിലയിൽ കുറച്ച് ചോറും ഒരു സൈഡിൽ പൊട്ടറ്റോ ഫ്രൈയും കുറച്ച് ചമ്മന്തി ഉരുട്ടിയതും കുറച്ച് കടുമാങ്ങ അച്ചാറും ഒരു മാന്തൽ ഫ്രൈയും നടുവിലായിട്ടൊരു ഓംലേറ്റും കൂടി വെച്ച് നന്നായി പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയാലോ ഒരു രക്ഷയില്ല. തുറക്കുമ്പോൾ ഉണ്ടാവണ ആ സ്മെല്ലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ നാടും വീടും മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്